നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 15-ാം തീയതി സൂര്യഗ്രഹണമാണ്. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇത് എഴുതി വെച്ചോ. ജൂൺ 15-ന് ശേഷം ഈ നക്ഷത്ര ജാതകർ കോടീശ്വര യോഗത്തിലേക്ക് എത്തിച്ചേരും. ഈ നക്ഷത്ര ജാതകരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കും. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പ്രവചനങ്ങൾ. ഇവിടെ ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്നത് ശരിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഫലാനുഭവങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ഗോചരഫലങ്ങളനുസരിച്ച് ഗ്രഹസ്ഥിതികൾ കൂടി നന്നാവണം. അങ്ങനെ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്ന 10 നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയുന്നത്. തീർച്ചയായും ഈ 10 നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം വലിയ സൗഭാഗ്യ സമ്പന്നതയിലെത്താനും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാനും സാധ്യമാകും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തുന്നത്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടതകൾ പേറി നടക്കുന്ന സമയം തന്നെയാണ്. എവിടെ തിരിഞ്ഞാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, തടസ്സങ്ങൾ, ആർക്ക് എന്തുപകാരം ചെയ്താലും അതൊക്കെയും ഏറ്റവും അവസാനം പഴിയായി തീരുന്ന ഒരു കാലഘട്ടം. എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന ആ 10 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. തീർച്ചയായും ഞാൻ ഈ പറയുന്ന 10 നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ 1-ാമത്തെ നക്ഷത്രമെന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ ഉന്നതി വന്നു ചേരുന്ന സമയമാണ്. എത്ര വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും ആ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയം തന്നെയാണ്. ഞാനീ പറയുന്ന കാര്യം, ഈ പ്രവചനങ്ങൾ സത്യമായി തീരും. കാരണം ഇവർക്ക് നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകരെത്തിയിരിക്കുന്നത്. പരീക്ഷകളിൽ, ഇൻ്റർവ്യൂകളിൽ, അതുപോലെ തന്നെ പൂർവിക സ്വത്തൊക്കെ ലഭിക്കുന്നതിൽ ഒക്കെയും നേട്ടം വന്നു ചേരുന്ന സമയമാണ്. സകലമാന സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തുന്നു. ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുകയും ചെയ്യുക. അടുത്ത നക്ഷത്രം, 2-ാമത്തെ നക്ഷത്രം, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ 2-ാമത്തെ ഭാഗ്യശാലിയായ നക്ഷത്രം മറ്റാരുമല്ല, ചോതി നക്ഷത്രം തന്നെയാണ്. ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ഒരു നല്ല ലാഭം കൊയ്യാനുള്ള യോഗം വന്നു ചേരും എന്ന് കരുതി അതൊരു നിക്ഷേപമായി മാത്രം കരുതുക. ഒരിക്കലും ഡേ ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ നല്ലതല്ല. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഏതായാലും നിക്ഷേപങ്ങളിൽ നിന്ന് നല്ലൊരു ലാഭം പിന്നീടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. കഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയവുമാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തുക. ഏറ്റുമാനൂരപ്പനെയൊക്കെ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുക. സകലമാന സങ്കടങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ഇത് നല്ല സമയമാണ്. അടുത്ത നക്ഷത്രം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും. ഈ ഭാഗ്യ നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമെന്ന മാതിരി ഇവരുടെ ജീവിതം
അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ പോവുകയാണ്. ഇവരുടെ കടങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ഇവർക്ക് രക്ഷപ്പെടാനൊരു അവസരം ഇവരുടെ മുന്നിൽ തെളിയാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ള ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ ലാഭവും ശമ്പള വർധനവും ഒക്കെ ലഭ്യമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകർ ഉത്രം നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിലെ ഐക്യവും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഫാമിലി സംബന്ധമായ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഉത്രം നക്ഷത്രം എത്തും. ഇത് ഉറപ്പാണ്. പ്രവചനം ഫലിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഭവനം വാങ്ങാൻ, ഒരു വാഹനം വാങ്ങാൻ, ഇതിനൊക്കെ യോഗം വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മകമാണ്. രാഷ്ട്രീയ കലാരംഗങ്ങളിൽ ഉയർച്ചയും വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള സമയം. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറയുന്ന സമയം. മകനക്ഷത്ര ജാതകർ അമ്പലപ്പുഴയിലൊക്കെ ഒന്ന് പോകണം. കണ്ണനെ പോയി കാണുക. സകല ദുഃഖവും മാറും, സകല ദുരിതവും മാറും. നിങ്ങൾ രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് രംഗത്തൊക്കെ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും തടസ്സങ്ങളൊക്കെ നീങ്ങുകയും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ രക്ഷപ്പെടും. സർപ്പക്കാവിൽ 100 പാലും ഒക്കെ കഴിപ്പിച്ച് മുന്നോട്ട് പോവുക. പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കും. സാമ്പത്തിക ഭദ്രതയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടും. തർക്കമില്ലാത്ത കാര്യമാണ്. ഇത് എഴുതി വെച്ചോ. ഇത് സത്യമായിരിക്കും, യാഥാർത്ഥ്യമായിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പുണർത്തം എത്തിയിരിക്കുന്നത്. സാമ്പത്തിക നേട്ടമുണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. പുതിയ തൊഴിലവസരങ്ങൾ ലഭ്യമാകും. വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശത്ത് നല്ല നിലയിലെത്തിച്ചേരാൻ സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഉറപ്പാണ്, സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പ്രവചനങ്ങൾ 100% സത്യമാകാറുണ്ട്. ഇത് എഴുതി വെച്ചോ. 75% സത്യമായി തീരും. ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. സാമ്പത്തിക മുന്നേറ്റവും വിദേശ യോഗവും വന്നു ചേരുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് കഷ്ടകാലങ്ങളൊക്കെ നീങ്ങുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന കാലഘട്ടം. രക്ഷപ്പെട്ടിരിക്കും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന, മിഥുന രവി സംക്രമത്തോടുകൂടി കോടീശ്വര യോഗം കൈവരാൻ സാധ്യതയുള്ള, എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രം അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ, തിങ്കളാഴ്ച സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. മിഥുന രവി സംക്രമത്തോടു കൂടി കോടീശ്വര യോഗം കൈവരിക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അച്ചട്ടായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ ഇത്. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പാവങ്ങളെ സഹായിക്കുക. ഭക്ഷണം കഴിക്കാനില്ലാത്തവന് ഭക്ഷണം മേടിച്ചു കൊടുക്കുക. ഈ സൂര്യഗ്രഹണ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. വിശന്നു വലഞ്ഞവർക്ക് ആഹാരമോ വസ്ത്രമോ ദാനം ചെയ്യുന്നത് ഇരട്ടി ഗുണം ലഭിക്കും. അപ്പോൾ ഈ നക്ഷത്ര ജാതകരൊക്കെയും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഭാഗ്യമാണ്, നേട്ടമാണ്. ഇതിലേറ്റവും കൂടുതൽ ഭാഗ്യമുള്ള 3 നക്ഷത്ര ജാതകർ, ഒന്ന് കാർത്തിക നക്ഷത്രമാണ്. മിഥുന രവി സംക്രമത്തോടനുബന്ധിച്ച് കാർത്തിക നക്ഷത്ര ജാതകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് തൊഴിലില്ലാതെ ഇരിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടിയ ഉത്തമമായ ജോലി ലഭിക്കും. കർമ്മരംഗത്ത് ഇവർ ഒന്നാമതായി തീരും. ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. 3 നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. സൂര്യഗ്രഹണത്തെ തുടർന്ന് ഭരണി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും.
രക്ഷപ്പെടും ഉറപ്പാണ്. അതുപോലെ വിശാഖം നക്ഷത്ര ജാതകരുടെ മക്കളുമാർക്ക് പ്രയോജനകരമാണ്. സൂര്യഗ്രഹണത്തിന് ശേഷം വിശാഖം നക്ഷത്ര ജാതകർക്ക് അവരുടെ മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സമയമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാഗ്യം അത്രയ്ക്കുണ്ട്. എല്ലാ രീതിയിലും നേട്ടവും സൗഭാഗ്യ സമ്പന്നതയിലും എത്താൻ ഇവർക്ക് കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്.